എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 1 ഏപ്രിൽ 1 മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും നോക്കാം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി വേക്കൻസി 45, SC 7, ST 3, OBC 12, EWS 4, അൺറിസർവ്ഡ് 19. അടുത്തത് കാറ്റഗറി 1 സ്റ്റൈഫൻട്രി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. വേക്കൻസി 82, SC 16, ST 5, OBC 19, EWS 7, അൺറിസർവ്ഡ് 35. അടുത്തത് കാറ്റഗറി 2 സ്റ്റൈഫൻട്രി ട്രെയിനി ഓർ ടെക്നീഷ്യൻ ആണ്. വേക്കൻസി 226, SC 37, ST 15, OBC 63, EWS 20, അൺറിസർവ്ഡ് 91. അടുത്തത് അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 HR ആണ്. വേക്കൻസി 22, SC 5, ST 1, OBC 6, EWS 2, അൺറിസർവ്ഡ് 8. അടുത്തത് അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 F&A ആണ്. വേക്കൻസി 4, ST 1, OBC 1, അൺറിസർവ്ഡ് 2. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 C&MM ആണ്. വേക്കൻസി 10, SC 1, ST 1, OBC 3, EWS 1, അൺറിസർവ്ഡ് 4. അടുത്ത പോസ്റ്റ് നേഴ്സാണ്. നേഴ്സ് A, ഒരു വേക്കൻസിയേ ഉള്ളൂ. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ C ആണ്. എക്സ്റേ ടെക്നീഷ്യൻ ആണ്. വേക്കൻസി 1, അൺറിസർവ്ഡ് കാറ്റഗറി. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി ഓരോ തസ്തികയിലും വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണ്. കാറ്റഗറി 1 സ്റ്റൈഫൻട്രി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഹെൽത്ത് ഫിസിക്സ്, BSc കെമിസ്ട്രി, ഹെൽത്ത് ഫിസിക്സ്, BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണ്. അടുത്തത് കാറ്റഗറി 2 സ്റ്റൈഫൻട്രി ട്രെയിനി ആണെങ്കിൽ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെഷീനിസ്റ്റ്, ടേണർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ആണ്. ബാക്കിയുള്ള തസ്തികകളിൽ ഡിസിപ്ലിൻസ് ഇല്ല, അതാത് പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസിപ്ലിൻസ് വരുന്നത്. ഈ തസ്തികകളിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി നമുക്ക് ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. 3 ഇയർ ഡ്യൂറേഷൻ. ഇതല്ലെങ്കിൽ +2 കൂടാതെ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സാണ് വേണ്ടത് ഇൻ എഞ്ചിനീയറിംഗ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡിസിപ്ലിൻസ് വരുന്നത് സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആണ്. ഇതിലേതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്കാണ്. ഇതല്ലെങ്കിൽ BSc വിത്ത് 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത പോസ്റ്റ് കാറ്റഗറി 1 സ്റ്റൈഫൻട്രി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്കാണ്. 3 ഇയർ ഡ്യൂറേഷൻ ആയിരിക്കണം. ഇനി ഇതല്ലെങ്കിൽ +2 കൂടാതെ 2 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഡിപ്ലോമയിൽ ലാറ്ററൽ എൻട്രി ആണെങ്കിലും അതുപോലെ തന്നെ 10ാം ക്ലാസ്സും ITI ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഡിപ്ലോമയിൽ ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആണ്. ഇനി സ്റ്റൈഫൻട്രി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഹെൽത്ത് ഫിസിക്സ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc ഫിസിക്സ് ആണ്. ഇതിൻ്റെ കൂടെ സബ്സിഡറി ആയിട്ട് പ്രിൻസിപ്പൽ ആൻഡ് കെമിസ്ട്രി, അല്ലെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ BSc വിത്ത് കെമിസ്ട്രി കൂടാതെ ഈ സബ്ജക്ട്സ് സബ്സിഡറി ആയിട്ട് വേണം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ
ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ BSc വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ആ സബ്ജക്റ്റ് വിത്ത് ഈക്വൽ വെയിറ്റേജ് ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത പോസ്റ്റ് കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ ആണ് വരുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് വിത്ത് 2 ഇയർ ITI ആണ്. 10ാം ക്ലാസ്സിൽ സയൻസിനും മാത്സിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ റെലവൻറ്റ് ട്രേഡിൽ 2 ഇയർ ITI കോഴ്സ് പാസ്സായിരിക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും റെലവൻറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കണം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് കഴിഞ്ഞിട്ട് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 വിത്ത് സയൻസ് സ്ട്രീം ആണ് വേണ്ടത്. വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് സബ്ജക്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ആണ്. HR അല്ലെങ്കിൽ F&A അല്ലെങ്കിൽ C&MM ആണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്കാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റ് നേഴ്സ് ആണ്. നേഴ്സ് A. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 വിത്ത് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി 3 ഇയർ കോഴ്സാണ്. കൂടാതെ വാലിഡ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇനി ഇതല്ലെങ്കിൽ BSc നേഴ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും അല്ലെങ്കിൽ നേഴ്സിംഗ് A സർട്ടിഫിക്കറ്റ് വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ക്ലാസ് 3 ആൻഡ് എബോവ് ഫ്രം ആർമഡ് ഫോഴ്സസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 വിത്ത് സയൻസ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ 1 ഇയർ മെഡിക്കൽ റേഡിയോഗ്രഫി അല്ലെങ്കിൽ എക്സ്റേ ടെക്നിക്കിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും ITI ഉള്ളവർക്കും നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. നേഴ്സ് A ആണെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 68,699 രൂപയാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B ആണെങ്കിൽ 54,162 രൂപയാണ്. ഇനി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 HR, F&A, C&MM അതുപോലെ തന്നെ ടെക്നീഷ്യൻ ആണെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 39,015 രൂപയാണ്. ഇനി സ്റ്റൈഫൻഡറി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് കാറ്റഗറി 1 ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 24,000 രൂപയാണ്. സെക്കൻഡ് ഇയറിൽ 26,000 രൂപയാണ് ലഭിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് മന്ത്ലി ലഭിക്കുന്നത് 54,162 രൂപയാണ്. ഇനി കാറ്റഗറി 2 ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 20,000 രൂപ, സെക്കൻഡ് ഇയറിൽ 22,000 രൂപ. ട്രെയിനിങ് കഴിഞ്ഞ് ടെക്നീഷ്യൻ ആകുമ്പോഴത്തേക്കും ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 33,201 രൂപയാണ്. ഇതാണ് റെമ്യൂണറേഷൻ വരുന്നത്. ഈ പറഞ്ഞ റെമ്യൂണറേഷൻ കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇൻസെൻറ്റീവ്സ് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഉണ്ട്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി പ്രായപരിധി നോക്കാം. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ. കാറ്റഗറി 1 സ്റ്റൈഫൻഡറി ട്രെയിനി 18 മുതൽ 25 വയസ്സ് വരെ. കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ ആണെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെ. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 21 മുതൽ 28 വരെ. നേഴ്സ് A 18 മുതൽ 30 വരെ. ടെക്നീഷ്യൻ 18 മുതൽ 25 വരെ. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. PWBD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സിൻ്റെ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാനും ഇളവുണ്ട്. നിങ്ങൾ SC ST OBC EWS അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റിംഗ് വരുന്നത് കർണാടക ജില്ലയിലെ കൈഗ സൈറ്റിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി 1 സ്റ്റൈഫൻഡറി ട്രെയിനി ആണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. കാറ്റഗറി 2 ആണെങ്കിൽ ഓൺലൈൻ എക്സാം മാത്രമേ ഉള്ളൂ. അതിൽ വരുന്നത്
പ്രിലിമിനറി ടെസ്റ്റ് പ്ലസ് അഡ്വാൻസ് ടെസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും ഓൺലൈൻ എക്സാം പ്ലസ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. സ്റ്റേജ് 1 വരുന്നത് ഓൺലൈൻ എക്സാമാണ്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. സ്റ്റേജ് 2 ആയിട്ടാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത്. 100 മാർക്കിനാണ് ഇൻ്റർവ്യൂ. ഇത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ കാറ്റഗറി 1 സ്റ്റൈഫൻഡറി ട്രെയിനിക്കാണ്. ഇനി കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി നേഴ്സ് എ ടെക്നീഷ്യൻ പോസ്റ്റ് ആണെങ്കിൽ സ്റ്റേജ് 1 ആയിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. പ്രിലിമിനറി ടെസ്റ്റാണ്. സബ്ജക്ട്സ് വരുന്നത് മാത്സ്, സയൻസ്, ജനറൽ അവയർനെസ് ആണ്. സ്റ്റേജ് 2 ആയിട്ട് അഡ്വാൻസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ ഡിസിപ്ലിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓപ്പറേറ്റർ പോസ്റ്റ് ആണെങ്കിൽ +2 ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ ITI ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഡിസിപ്ലിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 150 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇനി അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് ഓൺലൈൻ എക്സാം ഉണ്ട്. ടെസ്റ്റിൽ വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 25 മാർക്സിന്, കമ്പ്യൂട്ടർ നോളജ് 15 മാർക്സിന്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10 മാർക്കിനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 25 മാർക്സിനും ക്രിട്ടിക്കൽ റീസണിങ് 25 മാർക്സിനുമാണ്. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റാണ് വരുന്നത്. കൂടാതെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. ഈ ടെസ്റ്റുകൾ പാസ്സാവുന്നവർക്കാണ് സെലക്ഷൻ വരുന്നത്. ഇനി സ്റ്റൈഫൻഡറി ട്രെയിനി ആണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കും. മിനിമം ഹൈറ്റ് വേണ്ടത് കാറ്റഗറി 1 ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ആണ്. കാറ്റഗറി 2ലും 160 സെൻറ്റിമീറ്റർ ആണ്. വെയിറ്റ് വരുന്നത് 2 കാറ്റഗറിയിലും 45.5 kg ആണ്. ഇനി പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും സ്കിൽ ടെസ്റ്റിന് പോകുമ്പോഴും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക. മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം. സെമസ്റ്റർ വൈസും ഇയർ വൈസും ഉള്ള മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോവുക. എക്സ്പീരിയൻസ് വേണ്ട കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.npcilcareers.co.in ആണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 1 ആണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റിൽ കയറുക. അവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം കൊടുക്കണം. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസിന് ഇല്ല. അതുപോലെ തന്നെ SC ST കാറ്റഗറി ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഉള്ളത്. ഇതിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B, കാറ്റഗറി 1 സ്റ്റൈഫൻഡറി ട്രെയിനി, നേഴ്സ് A പോസ്റ്റുകളാണെങ്കിൽ 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകണം. ആധാറോ പാൻ കാർഡോ ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു ID കാർഡ് കൊണ്ടുപോവുക. ID കാർഡിൻ്റെ ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒറിജിനൽ ജേർണി ടിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി കൊണ്ടുപോവുക. അതുപോലെ തന്നെ TA ഫോം ഉണ്ട്, ആ ഫോം കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ആ ഫോം നിങ്ങൾക്ക് സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ കരിയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ ക്ലിക്ക് ഓൺ ദി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോം കിട്ടുന്നതായിരിക്കും. ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഫോട്ടോ ID പ്രൂഫ്, നിങ്ങളുടെ കോൾ ലെറ്ററിൻ്റെ, നിങ്ങളുടെ ഫോട്ടോ ഉള്ള കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഫുൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൊണ്ടുപോകണം. ഒറിജിനൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ SC ST കാറ്റഗറി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ജേർണി ടിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, TA ഫോം കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മറക്കണ്ട. ഏപ്രിൽ 1 താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. എക്സ്പീരിയൻസും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.